ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സാംസങ്ങിൻ്റെ എം സീരീസിലെ M21 എന്ന് പറഞ്ഞ ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ബോക്സിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മിക്ക ചൈനീസ് ഫോണുകളിലും ഈ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണുകൾ സാധാരണ അങ്ങനെ കാണാറില്ല. സിമ്പിളായിട്ട് ഒരു ബ്രാൻഡ് നെയിമും ആ ഒരു മോഡലിൻ്റെ നെയിമും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോക്സ് തുറക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ബോക്സ് കാണാം. സാധാരണ സാംസങ്ങിൽ ആ ഒരു ബോക്സിൽ വരുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതിനുള്ളിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷനും അതേപോലെ തന്നെ ആ ഒരു സിം എജക്ടർ ടൂളുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. അതിൽ നല്ലൊരു എന്താ പറയുക, നോർമൽ ഒരു ക്ലാസിക് ലുക്ക് എന്ന് പറയാം. ഞാൻ സാധാരണ സാംസങ് ഫോണുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ, അതായത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ആ ഒരു സംഭവങ്ങളൊന്നും ഇവർ കൊടുക്കുന്നില്ല. നോർമലായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബാക്കിൽ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ്. ഫ്രണ്ടിൽ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് 3 ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. 3 ക്യാമറയും അതുപോലെ അതൊരു LED ഫ്ലാഷ് ലൈറ്റും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും വന്നിട്ടുണ്ട്. പിന്നെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. അതുപോലെ തന്നെ അതിന് നമ്മുടെ ടൈപ്പ് C പിന്നുമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh ആണ്. അപ്പോൾ ഇത് ഫുൾ ചാർജ് ചെയ്യുക 0 to 100% ആവണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2-2.25 മണിക്കൂറോളം സമയം എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒരു അവറേജ് ക്വാളിറ്റി എന്ന് പറയാം. അപ്പോൾ നിർബന്ധമായ ഒരു കേസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ബാക്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ക്രാച്ചസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 188 ഗ്രാമാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒരു വെയിറ്റ് ഉള്ള പോലെ തോന്നി. M31S ഒക്കെ ഒരു വെയിറ്റ് ഉള്ള പോലെ. M31S 203 ഗ്രാമാണ്. പക്ഷേ എന്നാലും ഹാൻഡിൽ ചെയ്യണതിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതിൽ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഒരു ഇൻഫിനിറ്റി U എന്ന് സാംസങ് തന്നെ വിളിക്കുന്ന ഒരു നോച്ച് സെറ്റപ്പിലാണ് ക്യാമറ വന്നിട്ടുള്ളത്. താഴെ ഭാഗത്ത് നമുക്കൊരു 3.5mm ജാക്കും ടൈപ്പ് C പോർട്ടും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മൈക്രോഫോണും അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും കാണാം. വലതുഭാഗത്ത് നമുക്ക് ഒരു പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കും. ഇടതുഭാഗത്തായിട്ടാണ് നമ്മുടെ സിം ട്രേ വന്നിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 2 സിം കാർഡുകളും അതിൻ്റെ കൂടെ തന്നെ ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാവുന്ന ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വന്നിട്ടുള്ളത്. 2 4G സിമ്മുകൾ നമുക്ക് ഒരേ സമയം ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. മുകൾ ഭാഗത്തായിട്ട് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് മാത്രമാണുള്ളത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 48 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും ബാക്ക് സൈഡിൽ തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ നമുക്കൊന്ന് ബൂട്ട് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഫുൾ സ്പെസിഫിക്കേഷൻ ഒന്നുകൂടി എന്ന് പറയാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ തന്നെ Exynos 9611 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ്. UFS 2.1 സ്റ്റോറേജ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ DDR4X RAM ആണ്. സാംസങ്ങിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള One UI 2 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 48 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ള ക്യാമറകൾ. ഫ്രണ്ടിൽ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും വന്നിട്ടുണ്ട്. 2 നാനോ 4G സിം കാർഡുകളും അതിൻ്റെ കൂടെ തന്നെ ഒരു SD കാർഡും ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. 6000 mAh വലിയൊരു ബാറ്ററിയും അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 188 ഗ്രാമാണ്. അതേപോലെ തന്നെ തിക്നെസ് 8.9 mm ആണ്. ഇതിൻ്റെ 4GB 64GB വേരിയൻറ്റിന് 13,999 രൂപയും 6GB 128GBക്ക് 15,999 രൂപയാണ് വില. പക്ഷേ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫേഴ്സ് നമുക്ക് കിട്ടും. 2 കളർ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഒന്ന് മിഡ് നൈറ്റ് ബ്ലൂവും അതുപോലെ റാവൻ ബ്ലാക്കും. ഇപ്പോൾ ഫോൺ നമ്മളൊന്ന് ബൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു One UI 2 എന്നുള്ള ഒരു ഇൻ്റർഫേസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നമുക്കിവിടെ കാണാം. നല്ല ബ്രൈറ്റ്നസ് തന്നെയാണ് ഇത് തരുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വെളിച്ചമുള്ള ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിലും വിസിബിലിറ്റിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല ഒരു ബ്രൈറ്റ്നസ് തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സാംസങ് ആമോലെഡ് ഡിസ്പ്ലേയിൽ അവർ തരുന്ന നമ്മുടെ ആ ഒരു ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 91% കേട്ടോ. പിന്നെ ഇതിൽ വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആമസോൺ അതുപോലെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് HD കണ്ടന്റുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സാംസങ് ഫോണുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ശരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഇപ്പോൾ M31 ആണ് ഇതിന് മുമ്പ് ഇറങ്ങിയ ഫോൺ. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, വിലയുടെ കാര്യത്തിൽ കുറച്ചും കൂടി കൂടുതലാണ്. ഒരു 16-17 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും ഇത് തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ സെറ്റപ്പിലാണ് ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ക്യാമറ നിങ്ങൾ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ കൊടുത്തിട്ട് M31 മേടിക്കുന്നതിന് പകരം M21 മേടിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ക്വാളിറ്റി മതിയോ നിങ്ങൾക്ക് എന്നുള്ളത്. 108GB നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 128GB വേരിയൻ്റ് ആണ്. അതുപോലെ 6GB നമുക്ക് 3.3GB അവൈലബിൾ ആണ്.
48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. അത് സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ 123 ഡിഗ്രി വരെ വൈഡ് ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറയും തന്നിട്ടുണ്ട്. പിന്നെ നല്ല സൂപ്പർ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും വന്നിട്ടുണ്ട്. ഇതിലൊരു ലൈവ് ഫോക്കസ് എന്നുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ബ്ലറിൻ്റെ ഓപ്ഷൻ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ ഓഫാക്കിയിട്ടേ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ പ്രോ മോഡുണ്ട്, അതേപോലെ തന്നെ പാനറമ, അതേപോലെ ഫുഡ്, പിന്നെ നൈറ്റ് മോഡ്, സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, അതുപോലെ ഹൈപ്പർ ലാപ്സ്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്ത സമയത്ത് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അത് ഫോൺ നമ്മൾ ഓൺ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത് ജൂലൈ ആയിരുന്നു, ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ, ഇത് നോർമൽ സ്പീഡിലാണ് നിങ്ങൾ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് അൺലോക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ചൊരു ലാഗ് വന്നിട്ടുണ്ട് ഫസ്റ്റ് പ്രാവശ്യം. രണ്ടാമത്തെ ഒന്നുകൂടി നോക്കാം. കമ്പാരിറ്റീവ്ലി ഒന്നുകൂടി പെട്ടെന്ന് സ്പീഡായിട്ടുണ്ട്. ഉണ്ടല്ലേ, ഈ ഒരു പിന്നെ സ്പീഡിലാണ് അൺലോക്ക് ആവുന്നത്. നമുക്ക് വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു നോർമൽ സ്ലോ മോഷൻ വീഡിയോ ആണ്. ഇപ്പോൾ 1080 സ്റ്റെബിലൈസേഷൻ ഓണാണ് ഈ ഒരു വീഡിയോ. കുറച്ച് രാവിലെയാണ്, അതുകൊണ്ട് വെളിച്ചം അത്ര പോരാ. സ്റ്റെബിലൈസേഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഫോക്കസ് ഹണ്ടിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ചെറിയ രീതിയിൽ ഇതിലും വരുന്നുണ്ട്. പക്ഷെ അതങ്ങനെ അങ്ങോട്ട് അറിയുന്നൊന്നുമില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. കണ്ടോ, നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. സാംസങ് M21 ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. നമ്മുടെ നോർമൽ ക്യാമറ വീഡിയോ ആണ്. ഇതും വൈഡ് ആംഗിൾ ക്യാമറയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നോർമൽ, ഇത് വൈഡ് ആംഗിൾ ക്യാമറ വീഡിയോ ആണ്. ഇതൊരു നോർമൽ 48 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ ആണ്. ഇതൊന്ന് സൂം ചെയ്ത ആ ഒരു സെൻറ്ററിലുള്ള ഒരു തെങ്ങിലേക്ക് സൂം ചെയ്ത ആ ഒരു കണ്ടീഷനാണത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സെൽഫി പിക്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ നമ്മളത് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, അത്ര ഒരു ഹൈ ക്വാളിറ്റി എന്ന് പറയാനില്ല. 20 മെഗാ പിക്സലിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ ചൈനീസ് ഫോണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതൊരു പോർട്രേറ്റ് ഫോട്ടോ ഞാൻ തന്നെ എടുത്തതാണ്, ബാക്ക് ക്യാമറ. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസാണ്. ഇതുപോലുള്ള ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ഓവർ ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷനാണ് എനിക്ക് കളർ എന്താ പറയുക, നമ്മുടെ ലൈറ്റ് ഇലകളുടെ കളറൊക്കെ ചെറിയ കളർ മാറുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്.
പക്ഷേ എന്നാലും ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ലൊരു ക്യാമറ ക്വാളിറ്റി, നമ്മൾ ആ സെൽഫിയുടെ കാര്യം മാത്രം ഒന്ന് മാറ്റി നിർത്തിയാൽ നല്ല ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു M21 നിന്ന് കിട്ടുന്നത്. ഇത് 2 ദിവസം സുഖമായിട്ട് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ഫോണാണ്. പക്ഷേ ചാർജിങ്ങിന് കുറച്ച് സമയം, ഒരു 2.5-2.25 മണിക്കൂറോളം സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതൊരു HD, ഒരു ഹൈ അല്ലെങ്കിൽ മീഡിയം ആ ഒരു ലെവലിലൊക്കെ ഇട്ടിട്ടേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു സാംസങ് ഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോൺ. അപ്പോൾ ഒരു സാംസങ് ഫോൺ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിലൊരു തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് M31 ഉണ്ട്, കുറച്ചുകൂടി നല്ലൊരു ക്യാമറ, കുറച്ചുകൂടി നല്ലൊരു പെർഫോമൻസ് M31S ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത ലേറ്റസ്റ്റ് ഇറങ്ങിയ M51 ഉണ്ട്. അപ്പോൾ M31Sൻ്റെയും അതുപോലെ M51ൻ്റെയും അൺബോക്സിങ് ആൻഡ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുക, സുഹൃത്തുക്കൾക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.